ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഊളകൾക്ക് വേണ്ടി അങ്ങനെ ഞാൻ സംസാരിക്കും. ഞാൻ സ്വാമിയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിര് വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ സ്വാമി എന്നുള്ളത് ചിലപ്പോൾ അല്പം എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം എന്താണെന്നുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം. ആവശ്യമില്ല, നല്ലതിനെ നല്ലത് പറഞ്ഞു, മോശത്തിന് മോശം പറ. നിങ്ങളുടെ ആരുടെയും ചെലവിലോ നിങ്ങളുടെ ആരുടെയും കുടുംബത്തൊന്നും ഒന്നും ഞാൻ കയറി വരികയോ അല്ലെങ്കിൽ വന്ന് നിങ്ങളെ ഒന്നും ഞാൻ ചൂഷണം ചെയ്തിട്ടില്ല. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഒരു അജ്ഞാതമായി കിടന്നതല്ലേ, ലോറി കാണുന്നില്ല, ആ പയ്യൻ എവിടെ എന്നൊരു ചോദ്യം ചിഹ്നമായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും ആ ഒരു സൂചന കിട്ടിയിട്ടുണ്ട്, അതൊരു വലിയ സന്തോഷം തന്നെയാണ്. പക്ഷെ ഇത് നമുക്കിപ്പം ഇവിടെ വേണ്ടെന്ന് പറയും. ഇന്നലെ മന്മോഹൻ എന്താ അദ്ദേഹം വന്നു പോയി, അദ്ദേഹത്തിന് കർണാടക സർക്കാർ കാണിച്ചിരിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം അദ്ദേഹം ഇത്രയും നമ്മളെപ്പോലൊരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അന്ന് ഇത്ര വെള്ളം കയറി കിടന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി പരിശോധന നടത്തി. ആ മനുഷ്യനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറഞ്ഞിരിക്കുന്ന എന്തോ ഇവിടുന്ന് പൊക്കോണമെന്ന് പറഞ്ഞ് വരട്ടി. അത് തെറ്റായ ഒരു നടപടിയാണ് കാണിച്ചിരിക്കുക, അവർ പ്രവണതയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒക്കെ ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ധീരരായ ആൾക്കാര് മുന്നോട്ട് വരാൻ അത് തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്, അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടുന്നത്. എന്തായാലും ലോറി കണ്ടെത്തി നമുക്ക് അന്നും ഞാൻ പറഞ്ഞു, മിലിറ്ററിയെ സഹായിക്കാൻ എനിക്കൊരു ക്രെഡിറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്കൊരു പേരും പെരുമയ്ക്ക് വേണ്ടിയോ ഒരു പ്രവചനോ അല്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ മിലിറ്ററിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അത് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ പറഞ്ഞ ആ ദിശയിൽ തന്നെ ആ ഭാഗത്ത് തന്നെ അത് കണ്ടു. ഇപ്പൊ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ വന്നു, അവർ വന്നെടുത്തപ്പോൾ അവരും എന്നോട് ചോദിച്ചിരുന്നു, സ്വാമി ഈ ലോറിയെ കുറിച്ച് 2 വാക്ക് പറയാവോ. ഞാനത് അന്നും അവരുടെ അടുത്ത് പറഞ്ഞു. അവര് ചോദിച്ചൊന്നാണ് ഇത് എവിടെ ഉണ്ടാ ലോറി, എവിടെ ഉണ്ടാകും. ഞാൻ പറയാം അവിടെ തന്നെ ഉണ്ട്. അതിന്റെ മുകളിൽ എന്തുണ്ട്, അതിന്റെ മുകളിൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയാം അതിന്റെ മുകളിൽ പല വസ്തുക്കളും വീണ് അത് മുടി കിടക്കുകയാണ്, ഉറപ്പായിട്ട് അവിടെ തന്നെ ഉണ്ട് എന്നാണ് അവരോടും പറഞ്ഞത്. ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്ന എന്നെ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ച് അവർ പറഞ്ഞു വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബില്. അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യര് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പം സാമാന്യ ബുദ്ധി പ്രയോഗിച്ചിട്ട് ഒന്നെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഈ അനാവശ്യമായിട്ട് ഒരു അർത്ഥവുമില്ലാത്ത കുറെ ഈ രാജ്യദ്രോഹികളെ ദുഷിച്ച കുറെ വർഗങ്ങളുണ്ട്. അവരെല്ലാം ഈ അനാവശ്യമായി ഇടുന്ന ഇതിന്റെ താഴെ വന്നേ ഈ മോശമായ കമന്റും കാര്യങ്ങളും ഇടുന്ന ഇവനൊക്കെ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ വെള്ളത്തിൽ ഇറങ്ങാൻ എന്താ അവനൊക്കെ തയ്യാറാവുന്നില്ല? ശരിയല്ലേ ഞാൻ പറയുന്നത്? അവന്മാരതിനും തയ്യാറാവണം. എന്നിട്ട് ഇന്നിങ്ങനെയൊക്കെ ഉള്ളത് അവനൊക്കെ എന്തെങ്കിലും പ്രയോജനം ഇവനുണ്ടോ? അവനൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എങ്കിൽ ഒരു വിവാഹം ടീമുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരും അതിന് നല്ല രീതിയിൽ തന്നെ അതിനെ എതിരാട്ടിയിടുന്നുണ്ട്. നമുക്ക് ഇവിടെ അവരുടെ ഒന്നും കുടുംബത്തിൽ നിന്നൊന്നും പോയി വിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒന്നും ചെലവിൽ മേലല്ല നമ്മൾ കഴിഞ്ഞ്. നമ്മൾ പ്രവചിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യം പറയാൻ നമ്മുടെ ഉള്ളിൽ വരുന്ന സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. അതിന് ആരുടെയും ഒരു ഇതും വേണ്ട. പറയുന്നത് ഇത് രാജ്യം ഭാരതമാണ്. അപ്പം അവർക്ക് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവകാശവും അധികാരങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കകത്ത് വന്ന് ഓരോരുത്തർ സഹായങ്ങൾ ചെയ്യുമ്പോൾ അവരെ അതിനകത്ത് നിന്ന് പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ മോശമായി പറയുക. ഇവിടുത്തെ കർശനമായി ഞാൻ പറയുന്നു, ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രി ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഊളകൾക്ക് വേണ്ടി അങ്ങനെ ഞാൻ സംസാരിക്കും. ഞാൻ സ്വാമിയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിര് വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ സ്വാമി എന്നുള്ളത് ചിലപ്പോൾ അല്പം എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം ഇവനൊക്കെ ഇവിടെ കിടന്ന് ഇവിടൊക്കെ സുഖിച്ച് ജീവിച്ചപ്പോഴും നമ്മൾ ഇവിടുത്തെ രാജ്യത്തിന്റെ ഉന്നമതിക്കും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പട്ടിണി മാറ്റാനും പല രാജ്യങ്ങളും നമ്മൾ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഭൂമിയിൽ ഈശ്വരനെ അല്ലാതെ ഒരു മക്കളെ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ശരിയായ കാര്യമാണ്. കാര്യം മര്യാദയായിട്ടാണെങ്കിൽ മര്യാദയായിട്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അതിനുള്ള നടപടികൾ എനിക്ക് എടുക്കാൻ അറിയില്ലാത്തതൊന്നുമല്ല. അതിനുള്ള ശക്തമായി ഞാൻ എടുക്കുന്ന നടപടി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആരും എടുക്കാത്ത നടപടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്, ഏതെങ്കിലും ഇങ്ങനെയുള്ള ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കരഞ്ഞ് നിലനിൽക്കേണ്ട ഒരു കുടുംബത്തിനൊപ്പം നിൽക്കേണ്ടുന്ന ഒരു സംഭവമാണിത്. അവിടെ എത്ര പേര് മരിച്ചു വീണു. ഇപ്പൊ കണ്ടില്ലേ, അതെടുത്തപ്പോൾ എത്രയോ വാഹനങ്ങളാണ് അവിടെ വരുന്നത്. ഞാൻ എന്താ പറഞ്ഞ, നിരവധി വാഹനങ്ങൾ അവിടെ ഉണ്ടാവുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങളെ പഴയ വീടുകളെടുത്ത് നോക്ക്. ഞാൻ എന്താ പറഞ്ഞത്? അതുപോലല്ലേ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, ഒരു ക്രെഡിറ്റും വേണ്ട. ഞാൻ ഒരു മനസ്സിലാക്കുക, ഈ അനാവശ്യമായി ഈ ഇതിന്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളുടെ താഴെ വന്ന് മോശമായി അനാവശ്യമായി എല്ലാവരുടെയും പേരുകൾ ഞാൻ നോക്കുന്നുണ്ട്. ഏതവനൊക്കെയാണ് ഇതിടുന്നത് എന്നുള്ളത് മാറ്റി തിരിച്ചും ഒക്കെ ഇടുന്നതിനൊക്കെ എനിക്കറിയാം. പക്ഷെ ശക്തമായിട്ട് ഞാൻ താക്കീതായിട്ട് തന്നെ പറയാണ്, മേലാൽ എന്റെ ഒരു ഇതിനകത്തും വന്ന് ഒരു മോശമായൊരു അഭിപ്രായം എന്തെങ്കിലും ഇതിനകത്ത് അടിക്കുറിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്റെ വീഡിയോ പോയി കാണാൻ ഇല്ലല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. കണ്ടിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്തത് എന്നെ ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞിരുന്ന എനിക്കല്ല, ഓരോ വ്യക്തികളെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാം ഞാൻ
ഒരു കാര്യം പറയാം. ഇന്നാളും ഞാൻ പറഞ്ഞു, 6-7 മാസം മുമ്പ് പറഞ്ഞു, നിന്നെ എങ്ങനെ രക്ഷിക്കാൻ ഒരു മോനും ഇവിടെ ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ ആവർത്തിച്ച് പറയാണ്. നിനക്കൊന്നും അറിയത്തില്ല ഞാനെന്ന വ്യക്തി എന്താണെന്നുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം. ആവശ്യമില്ല. നല്ലതിനെ നല്ലത് പറഞ്ഞു, മോശത്തിന് മോശം പറ. നിങ്ങളുടെ ആരുടെയും ചെലവിലോ നിങ്ങളുടെ ആരുടെയും കുടുംബത്തൊന്നും ഒന്നും ഞാൻ കയറി വരികയോ അല്ലെങ്കിൽ വന്ന് നിങ്ങളെ ഒന്നും ഞാൻ ചൂഷണം ചെയ്തിട്ടില്ല. ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് മര്യാദയായിട്ട് വേണം ഇനി ഏതൊരു വ്യക്തിയുടെ ആയാലും താഴെ വന്ന് കമന്റ് ഇടുമ്പോൾ ശക്തമായിട്ട് ഞാൻ പറയാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിന് കിടക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഒരു ജന്മത്ത് പോലും നിങ്ങൾക്ക് ഒരു ഇവിടുത്തെ സുപ്രീം കോടതി പോലും സപ്പോർട്ട് ചെയ്തില്ല. ഓർത്ത് വേണം, ജാമ്യം കിട്ടത്തില്ലെന്നുള്ള ഒരു ഓർമ്മയാണ് ഞാനാ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൊത്തത്തിൽ ജനങ്ങള്, ഇന്ത്യയിലുള്ള സകല ജനങ്ങളും ലോകത്തുള്ള ജനങ്ങളും മനുഷ്യരാശികൾ കരയുന്ന ഒരു സംഭവം നടന്നപ്പോൾ അതിനെ മോശമായിട്ട്, വെറും മോശമായിട്ട്, വെറും വൾഗറായിട്ട്, എന്തോ ഇതൊക്കെ. പറഞ്ഞ പോലെ ഇതിനകത്ത് ഇനി പുരോഗതി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ ചെയ്യുന്ന ആ തൊഴിൽ ചെയ്യുന്നവരെ സഹായിക്കുക. മന്മാത്ര വീണ്ടും അദ്ദേഹത്തിനെ കൂടി ഇതിനകത്ത് ഇതിന്റെ ഒരു ഭാഗമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന. കാരണം കർണാടക സർക്കാർ ഈ കാണിച്ചിരിക്കുന്ന അവരിവിടുത്തെ ചാനലുകാരെ, കേരളത്തിലെ ചാനലുകാരെ വളരെ മോശമായി അവരെ ചിത്രീകരിച്ചു. അതവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ്. അവർക്ക് 4 കൊമ്പൊന്നും ഇല്ല. അവരും ഈ ഭാരതത്തിലുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ്. അതുകൊണ്ട് പത്രക്കാർക്ക് എവിടെയും ചെന്ന് കയറാനുള്ള അധികാരം അവർക്കുണ്ട്. അതുകൊണ്ട് അവരോട് ഈ കാണിച്ചിരിക്കുന്ന അങ്ങേറ്റം പറഞ്ഞ, ശരിക്കും പറഞ്ഞ അങ്ങ് തെറ്റ് തന്നെയാണ് കർണാടക സർക്കാർ ചാനലുകാരോട് കാണിച്ചത്, കേരള ചാനലുകാരോട്. അവരുടെ കയ്യിൽ ഒരിച്ചിരി ഇതുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എങ്കിലും അങ്ങനെ ചെയ്യരുത്. അവരെടുത്ത് സത്യങ്ങൾ പുറത്ത് കാണിക്കട്ടെ. ഇപ്പൊ എന്താ കാണിച്ചത്? മന്മഥ അയാളുടെ അടുത്ത് എന്തൊരു വേലയെ കാണിച്ചേ? അയാളെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ഞാൻ പറയാണ്, ഇത് ഇടപെട്ടിരിക്കും. കർണാടക സർക്കാരിന്റെ ഈ അഹങ്കാരത്തിന് ഒരു നല്ല ശക്തമായ താക്കീത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനു വേണ്ടി അയാളെ ഭീഷണിപ്പെടുത്തി? എന്തർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തി? എന്തധികാരം അദ്ദേഹത്തിന് ഇങ്ങനെ സുരക്ഷാ സഹായങ്ങൾ ചെയ്യാൻ വന്ന, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുന്ന വ്യക്തി, അയാൾക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് ഇതിന്റെ അടിത്തട്ടിൽ ചെന്നൊന്ന് പരിശോധിക്കാൻ കഴിയൂ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കഴിയുമോ? അയാൾക്ക് കൊണ്ട് കഴിയൂ? ഇല്ലല്ലേ. കഴിയുന്നവന്, കഴിവുള്ളവനെ അവനെ കല്ലെറിഞ്ഞില്ലെങ്കിൽ, അവനെ ഒന്നും വാരി കൊടുത്തില്ലെങ്കിൽ അവനെ കല്ലെറിയാതിരിക്കുക, അവനെ ഉപദ്രവിക്കാതിരിക്കുക. അതുകൊണ്ട് മന്മാത്ര ഇതിനകത്ത് കൊണ്ടുവരണം. ഇനി ഇതിനകത്ത് അടിയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. അത് നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും. അത് സംശയമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോഴല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത് ഞാനെന്താ പറഞ്ഞ, ഒരുപാട് വാഹനങ്ങളുടെ അടിയിലുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞല്ലേ. അതിപ്പോഴും അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഒരു ഐക്യതയോടും നല്ല സ്വരമയോടും വേണം ഇതെല്ലാം ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത്. ഏതൊരു ആപത്തുകൾ ഉണ്ടായാലും മനസ്സ് നിറഞ്ഞ് ഓടി വരണ്ടേ? ഇനി മന്മോത്രയായാലും വരുമോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന അദ്ദേഹത്തിന്റെ മനസ്സിനെ ഞാൻ പൂജിക്കുകയാണ്, ഞാൻ വന്ദിക്കുകയാണ്. കാരണം അന്ന് ഒരുപാട് ജലം കയറിക്കിടന്ന സമയത്ത്, ഒഴുക്ക് കിടന്ന സമയത്താണ് ആ വലിയ മനുഷ്യൻ, നമ്മളെപ്പോലെ മനുഷ്യനല്ല അദ്ദേഹം ആ അടിത്തട്ടിൽ പോയത്. അദ്ദേഹത്തിനെ ഞാൻ നമിക്കുകയാണ്. അദ്ദേഹത്തിന് കുടുംബത്തിന് നല്ലത് വരട്ടെ എന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു സർക്കാരും ഈ മാതിരി കഴിവുള്ള ആൾക്കാർ മുന്നോട്ട് വരുമ്പോ, അല്ലെങ്കിൽ സഹായത്തിന്റെ ആൾ വരുമ്പോ, അവരെ പല പേരും പല കാര്യങ്ങളും പറഞ്ഞ് അവരെ ഇവിടെ കിടന്ന് ഇതിന്റെ അടിയിൽ വന്ന് കുറെ ഊളകൾ വന്ന് കുറെ അനാവശ്യങ്ങളുണ്ട്. ഇവന്റെയൊക്കെ കുടുംബത്തിൽ നേരങ്ങളെ ഒരുത്തിനെ പറ്റും ഇതിന്റെ അടിയിൽ പോയി ഇങ്ങനെ പരിശോധിച്ച് ചെയ്ത് കണ്ടെത്താൻ ഇല്ലല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ, അത് പതിവായിരിക്കും, അപകടങ്ങൾ ഉണ്ടാവാം, അത് നമുക്ക് പറയാതിരിക്കാൻ വല്ല ഉണ്ടാവും. പക്ഷെ ഉണ്ടാവുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ വലിയ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് അനുകൂലമായി നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കണം. അദ്ദേഹത്തിന് കിടക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നത് കേട്ടു. അതറിയോ? അപ്പൊ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചും ആ തീരത്തുനിന്ന് പറഞ്ഞു വിട്ടത് അങ്ങേറ്റത്തെ ഒരു തെറ്റും ശാപവുമായി പോയി.